ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 സ്റ്റീരിയോ കെമിസ്ട്രിയിലെ ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ. ഫസ്റ്റ്, അതായത് ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ടുകളിലാണ് ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇസഡ് എന്ന് പറയുന്നത് ലെറ്റർ ജർമ്മൻ വേർഡ്, രണ്ട് ജർമ്മൻ വേർഡിൽ നിന്നാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇ എന്ന് പറയുന്നത് അതായത് രണ്ട് ഡബിൾ ബോണ്ടിൽ വന്നിരിക്കുന്ന കാർബൺ ആറ്റത്തിൽ ഉള്ള ആറ്റങ്ങളുടെ ഹയർ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരേ സൈഡിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഹയർ പ്രയോറിറ്റി അല്ലെങ്കിൽ ലോവർ പ്രയോറിറ്റി രണ്ടും സെയിം സൈഡിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇസഡ് എന്നാണ് പറയുന്നത്. സെയിം സൈഡാണ് എങ്കിൽ ഇസഡ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഓപ്പോസിറ്റ് സൈഡിലാണ് ഹയർ പ്രയോറിറ്റി വരുന്നതെങ്കിൽ അതിനെ ഇ എന്നും പറയുന്നു. ഓക്കെ, നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ. ഫസ്റ്റ്, ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ്റെ അകത്ത് ഇതിൻ്റെ റൂള് എന്ന് പറയുന്നത് നോക്കിയേ, നമ്മൾ രണ്ട് മൂന്നെണ്ണം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇഫ് ദ ടു ഹയർ പ്രയോറിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഡബിൾ ബോണ്ട്, ദ കോൺഫിഗറേഷൻ ഓഫ് ദ ബോണ്ട് ഈസ് ഇസഡ്. If two higher priority substituents are on opposite side of the double bond, the configuration of the bond is E. Okay. അപ്പം E and Z. അപ്പോൾ സെയിം സൈഡിലാണെങ്കിൽ സെയിം ഇസഡ് എന്ന് പറഞ്ഞ് പഠിക്കുക. ഇ എന്ന് പറയുന്ന ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൻ്റെ എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ, ഇതിന് ഓരോന്നായിട്ട് നമുക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ പേജിൽ ചെയ്യാം അല്ലേ. ഈ ആദ്യമേ ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യൻ അതേപോലെ അങ്ങ് എഴുതിയേക്കാം, നമ്മുടെ ഇതിലുള്ളതുപോലെ തന്നെ അങ്ങ് എഴുതി വെച്ചേക്കാം ആദ്യം. എന്നിട്ട് അതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. COH അപ്പുറത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. CH3 C6H5H. അപ്പം ഈ ഇതെന്ന് പറയുന്നത്, അതായത് ഇവിടെ രണ്ടും എന്താണുള്ള കാർബണാറ്റുള്ളത്, അത് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ഒന്നുകൂടെ എഴുതാം. COH CH3 C6H5 ഹൈഡ്രജൻ. അതായത് ഈ രണ്ട് ഭാഗത്തും കാർബൺ ആണുള്ളത്, അത് അതുപോലെ തന്നെ ഇവിടെ അങ്ങ് മാറ്റി എഴുതുക. C ഡബിൾ ബോണ്ട് C, മേളിൽ COH തന്നെയാണ്, അതുപോലെ താഴെ CH3 ആണ്, ഇവിടെ അതുപോലെ C6H5 ആണ്. ഈ കാർബണാറ്റവും തമ്മിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ. ഇനി ഇ ആൻഡ് ഇസഡ് നൊട്ടേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിനെ നടുവേ സ്പ്ലിറ്റ് ചെയ്യുക, ഒരു വര കൊടുക്കുക. വര കൊടുത്തിട്ട് ഈ കാർബണാറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റങ്ങളെ നോക്കുക. COH ഉണ്ട്, CH3 ഉണ്ട്. ആ കാർബണാറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ആറ്റത്തെ എടുക്കുക. രണ്ടിനകത്തും ആദ്യത്തെ ആറ്റം എന്ന് പറയുന്നത് കാർബൺ തന്നെയാണ് അല്ലേ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം നെക്സ്റ്റ് ആറ്റം എടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ഇതിനകത്ത് വരുന്ന ഓക്സിജൻ ആണ്, ഇവിടെ വരുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. അപ്പം ഓക്സിജൻ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 8ഉം ഹൈഡ്രജൻ്റെ 1ഉമാണ്. അപ്പം ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 8 ആണ്. അപ്പം പ്രയോറിറ്റി എന്ന് പറയുന്നത് 1 ആർക്ക് കൊടുക്കുക? COHന് കൊടുക്കുക. സെക്കൻഡ് പ്രയോറിറ്റി CH3 കൊടുക്കുക. ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ സൈഡിലെ കാർബണാറ്റത്തെ എടുക്കുക, അതിൻ്റെ കൂട്ടത്തിലുള്ള ഹൈഡ്രജനെ എടുക്കണം, C6H5നെ എടുക്കാം. നമുക്ക് ഓൾറെഡി കാണുമ്പോഴേ മനസ്സിലാകും, ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ അറ്റോമിക് നമ്പർ 1 ആണ്, അതിൻ്റെ പ്രയോറിറ്റി സെക്കൻഡായിട്ട് കൊടുക്കുക. ഇവിടെ ഈ കാർബണാറ്റത്തെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബണാറ്റം തന്നെയാണ് കേട്ടോ. C6 എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ കാർബണാറ്റല്ലേ, അതിൻ്റെ വരുന്നത് ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാർബൺ തന്നെയാണ്, അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് നമ്മൾ ഇ ആണോ ഇസഡ് ആണോ എന്ന് നോക്കുന്നത്. ഇനി സെയിം മുകളിലത്തെ ഇതുപോലെ രണ്ടെണ്ണം ഇങ്ങനെ അങ്ങ് വരച്ച് വെക്കുക. ഇങ്ങനെ അങ്ങ് അതുപോലെ താഴത്തേനെ വരച്ച് വെച്ചേക്കുക. മുകളിലത്തെ താഴത്തെ ഇതുപോലെ വരച്ച് വെച്ചിട്ട് പ്രയോറിറ്റി, ഇവിടെ സെക്കൻഡും ഇവിടെ ഫസ്റ്റുമാണ് പ്രയോറിറ്റി വന്നേക്കുന്നത്. ഇവിടെ സെക്കൻഡും ആയിരുന്നെങ്കിൽ നമുക്ക് സെയിം പ്രയോറിറ്റി അല്ലെങ്കിൽ ഒരേ പ്രയോറിറ്റി, ഹയർ ആയിക്കോട്ടെ ലോവർ ആയിക്കോട്ടെ, ഒരേ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരേ സൈഡിൽ വരുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ
കോൺഫിഗറേഷൻ അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് നമുക്ക് സെയിം ആണെങ്കിൽ ഇസഡ് എന്ന് കൊടുക്കാം. അതേസമയം ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രയോറിറ്റി രണ്ടും ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുമാണ്. രണ്ടും ഡിഫറെൻറ്റ് സൈഡിലാണ്. ഡിഫറെൻറ്റ് സൈഡിലാണെങ്കിൽ ഇതിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇ ആയിരിക്കും. ഓക്കെ, ഇ ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസർ അപ്പുറം ശരിയാണോ എന്ന് നോക്കിയേക്കാം. ഓക്കെ, നോമൻക്ലേച്ചർ ഇവിടെ ഇ ആണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ എഴുതുവാണേ. 2 വരയുണ്ടായിരുന്നു. ക്ലോറിൻ, പിന്നെ CH2OH, ഇവിടെ Br, ഇവിടെ NH2. ഓക്കെ, ഇനി ഓർത്തോണേ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇങ്ങനെ വരുമ്പോൾ അറ്റോമിക് നമ്പർ താഴത്തോട്ട് വരുമ്പോൾ കൂടിയാണ് വരുന്നത്. അത് ഓർത്തെടുത്തോണം. അതായത് നമുക്കിവിടെ ക്ലോറിനും ഉണ്ട്, ബ്രോമിനും ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഇതിനെ നമ്മൾ ഇതുപോലെ C ഡബിൾ ബോണ്ട് C എന്ന് എഴുതുന്നു. ക്ലോറിനെ നമ്മളൊരു സൈഡിൽ CH2OH, പിന്നെ NH2Br. ഓക്കെ, ആദ്യം എന്താ ചെയ്യേണ്ടത്? നടുവേ സ്പ്ലിറ്റ് ചെയ്യുക. നടുവേ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ കാർബൺ ആറ്റത്തിലുള്ള ആരൊക്കെയുള്ള? ക്ലോറിനും ഉണ്ട്, CH2OH ഉണ്ട്. അപ്പോൾ ക്ലോറിനാണോ കാർബൺ ആണോ അറ്റോമിക് നമ്പർ കൂടുതലെന്ന്? കാർബണിൻ്റെ 6 ആണ്, ക്ലോറിൻ്റെ 17.5 ആണ് അല്ലേ. 17 അല്ലെങ്കിൽ എന്തായാലും കാർബണേക്കാട്ടിലും കൂടുതലാണ് ക്ലോറിൻ്റെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ക്ലോറിനും പോകും, സെക്കൻഡ് പ്രയോറിറ്റി കാർബണും പോകും അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ കാർബൺ ആറ്റത്തിലുള്ള ബ്രോമിനെ നോക്കുക, നൈട്രജനെ നോക്കുക. NH2 ആണ്, നൈട്രജൻ്റെ 7 ആണ്, ബ്രോമിൻ്റെ ക്ലോറിനെക്കാട്ടിലും വലുതാണ് അല്ലേ. ക്ലോറിൻ്റെ 17 പോയിൻ്റ് ആകുമ്പോഴത്തേക്കിനും ബ്രോമിൻ്റെ അതിലും വലുതാണ്, 35 ആ റേഞ്ചിലോട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബ്രോമിൻ്റെ വലുതാണ്. അതുപോലെ തന്നെ നൈട്രജൻ്റെ എന്ന് പറയുന്നത് 7 ആണ് സെക്കൻഡ് പ്രയോറിറ്റി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നോക്കേണ്ട ഏതാ? ഇതുപോലെ അങ്ങ് വരച്ചു വെക്കുക. ഇതുപോലെ വരച്ച് വെക്കുമ്പോൾ ഇവിടെ 1 ആണ് പ്രയോറിറ്റി വന്നിരിക്കുന്നത്, 1 ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരേ പ്രയോറിറ്റി. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് പ്രയോറിറ്റിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, സെക്കൻഡ്. അപ്പം ഒരേ പ്രയോറിറ്റി എന്ന് പറയുന്നത് സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കും. ഓക്കെ, എളുപ്പമല്ലേ? അടുത്ത നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. ഇസഡ് കോൺഫിഗറേഷൻ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് ഇസഡ് ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഡബിൾ ബോണ്ട് CH3 C2 ആണ്, C2H5 ഇവിടെ CHO. ഓക്കെ, CHO NH2. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളെങ്ങനെ എഴുതുക? C ഇട്ട് എഴുതുക. കാർബണിൻ്റെ CH3 C2H5 ഇവിടെ CHO NH2. ആദ്യം എന്താ ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്യുക. ഈ കാർബൺ ആറ്റത്തിലുള്ളത് ആരൊക്കെയുള്ളത്? C ഉണ്ട്. ഓക്കെ, രണ്ടിനും ഒരേ പ്രയോറിറ്റിയാണ്. ഇനി അടുത്ത നോക്കുക. ഇവിടെ ഹൈഡ്രജൻ ആണ് വരുന്നത്. ഇവിടെ വീണ്ടും രണ്ടാമത്തെ കാർബൺ എന്ന് പറയുന്നത് C തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കാർബൺ പോവും. ഹൈഡ്രജൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 1, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1, കാർബണിൻ്റെ 6 ആണ്. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് പോവും? ഇവിടെ വരും. ഇനി അടുത്തത് ഈ കാർബൺ ആണോ? ഇവിടുത്തെ എന്താ കാർബൺ ആണോ നൈട്രജൻ ആണോ വലുത്? നൈട്രജൻ്റെ 7 ആണ്, കാർബണിൻ്റെ 6 ആണ്. അപ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിൻ്റെ കാര്യമാണ്. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6ഉം നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7ഉം. അപ്പോൾ ആ ഒരൊറ്റ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം നൈട്രജനാണ് അറ്റോമിക് നമ്പർ കൂടുതൽ, പ്രയോറിറ്റിയും കൂടുതൽ. അപ്പോൾ സെക്കൻഡ് ഇവിടെ വരും. ഇവിടെ ഫസ്റ്റ്, ഇവിടെ സെക്കൻഡ്. ഓക്കെ, പിന്നെ ഇതിനെ ഇതുപോലെ അങ്ങ് ഇതാക്കിയേക്കുക. അപ്പം സെക്കൻഡ് സെയിം സൈഡിൽ വന്നു. ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് സെയിം സൈഡിൽ വന്നു അല്ലേ. അപ്പം സെയിം സൈഡിൽ ഒരേ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ ഏതായിരിക്കും? ഇസഡ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കിയാൽ അതിൻ്റെ ശരിയാണോ എന്ന്, ഇസഡ് ആണോ എന്ന്? ഇസഡ് കോൺഫിഗറേഷൻ അല്ലേ. ഇനി നെക്സ്റ്റ് കോൺഫിഗറേഷൻ ഏതാണെന്നുള്ളത് ഇത്
അതുപോലെ തന്നെ നമുക്ക് എഴുതാം ഡബിൾ ബോണ്ട് ഒരു വശത്തില്ല, എന്നാലും C6H5 C2H5 CH3. ഇവിടുത്തെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് N ആണേ. നൈട്രജൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3 കേട്ടോ. അപ്പം ഇതൊന്ന്, ഇത് 2, 3. നൈട്രജൻ്റെ വാലൻസി 3 ആയി. അപ്പം നമുക്കിതിനെ ഇവിടെ ഒന്നുകൂടെ അങ്ങ് മാറ്റി എഴുതാം. N ഡബിൾ ബോണ്ട് C ഇനി ഇവിടെ വരുന്നത്. ഓക്കെ, C6H5 C2H5 CH3. ഇവിടെ ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അതൊന്നുകൂടെ ഒന്ന് എഴുതണോ? മനസ്സിലായിക്കോളൂല്ലോ അല്ലേ? നേരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആദ്യമേ C6H5 ഇവിടെ C2H5 ഫസ്റ്റ് C6H5ൻ്റെ അകത്ത് ആദ്യത്തെ സിയും ഈ C2H5 ഈ കാർബൺ ആറ്റത്തിനെ നോക്കുന്നത്. ഇവിടെ ആദ്യത്തേൻ്റെ അകത്ത് C, ഇവിടെയും C. സെക്കൻഡ് എടുത്താലും ഇവിടെ C, ഇവിടെയും C. തേർഡ് എടുത്താൽ ഇവിടെ C തന്നെ വരും, ഇവിടെ H വരും. ഇവിടെ രണ്ട് C വരുന്നുള്ളൂ, ഇവിടെ 6 C വരുന്നുണ്ട്. അപ്പം ഇവിടെ എത്രയുണ്ട്? കാർബൺ അല്ല, വാലൻസ് അല്ല, പ്രയോറിറ്റി ഫസ്റ്റ് കൊടുക്കുക, ഇവിടെ സെക്കൻഡ് കൊടുക്കുക. ഓക്കെ, ഇനി ഇവിടുത്തെ എന്ന് പറയുന്നത് ഈ നൈട്രജൻ്റെ വാലൻസി ഇടരുത്. നൈട്രജൻ്റെ വാലൻസി എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അത് 3 എണ്ണം നമ്മളിവിടെ എഴുതി കഴിഞ്ഞു. ഇത് അറിയാതെ എഴുതിയതാണ്. ഇനി ഇവിടെ ഇതിൻ്റെ വാലൻസി ഇതിന് എപ്പോഴാണ് ഫസ്റ്റ് പ്രയോറിറ്റിയിലേ വരുള്ളൂ, വേറെ സെക്കൻഡ് കൊടുക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ നോക്കിക്കഴിയുമ്പോഴത്തേനും എങ്ങനെയാണ്? ഒരേ സൈഡിൽ ഒരേ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ഒരേ സൈഡിൽ ഒരേ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ അത് Z ആയിരിക്കും അല്ലേ? Z കോൺഫിഗറേഷനാണ് വരുന്നത്. അത് നമുക്ക് അപ്പുറം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Z കോൺഫിഗറേഷൻ, അതായത് ഇവിടെ വേറെ ഒന്നും തന്നിട്ടില്ല എങ്കിൽ ഇതിന് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് നമുക്ക് 2 എക്സാമ്പിൾ വേറെ ചെയ്യാം. കാർബൺ C ഡബിൾ ബോണ്ട് C എക്സാമ്പിൾ ചോദിക്കുന്നതാണ്. CH2 CH3 ഇവിടെ CH3, അതുപോലെ തന്നെ ഇവിടെയും CH3, ഇവിടെ ഹൈഡ്രജൻ. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ കാർബൺ നോക്കുന്നു, ഈ കാർബൺ ആറ്റത്തിലുള്ള മോളിക്കൂളും ആറ്റങ്ങളെയൊക്കെ തപ്പി പിടിക്കുക. അതുപോലെ ഇതിൻ്റെ നോക്കുക. ഈ കാർബൺ ആറ്റത്തിൽ ഫസ്റ്റ് ഇത് കാർബൺ ആറ്റം തന്നെയാണ്, ഇതും കാർബൺ ആറ്റമാണ്, ഒരേ പ്രയോറിറ്റി. ഇവിടെ ഹൈഡ്രജനാണ്, രണ്ടാമതും ഇവിടെ ഹൈഡ്രജനാണ്. ഇവിടെ മൂന്നാമത് നോക്കുമ്പോഴും ഹൈഡ്രജനാണ്, ഇവിടെയും മൂന്നാമത് നോക്കുമ്പോൾ ഹൈഡ്രജനാണ്. ഇവിടെ ഇനി നാലാമത് നോക്കുമ്പോൾ ഇവിടെ കാർബൺ നടക്കുന്നത്, പിന്നെ ഇവിടെ മൂന്നാമത് ഹൈഡ്രജൻ തന്നെയാണ് നടക്കുന്നത്. അപ്പം ഓരോന്നിൻ്റെയും പ്രയോറിറ്റി. അപ്പോൾ ഇതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി, കാർബണിനാണ് അറ്റോമിക് നമ്പർ കൂടുതൽ, ഇതിന് സെക്കൻഡ് വരും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിനെ നോക്കുക. നെക്സ്റ്റ് ഈ കാർബൺ ആറ്റത്തിനെ നോക്കുക. ഈ കാർബൺ ആറ്റത്തിൽ വരുന്ന കാർബൺ, ഇവിടെ ഹൈഡ്രജൻ. എന്തായാലും നമുക്കറിയാം ഇത് രണ്ടും ഇത് 1 ആയിരിക്കും പ്രയോറിറ്റി. കാർബണിൻ്റെ എന്ന് പറയുന്ന 6 അറ്റോമിക് നമ്പർ, ഹൈഡ്രജൻ്റെ 1. അപ്പോൾ ഇനി ഇത് എങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് വെക്കുക. ഇങ്ങനെ വരച്ച് വെച്ച് കഴിയുമ്പോൾ ഈ വണ്ണും ഒരേ സൈഡിൽ സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സൈഡിൽ അല്ല സെയിം സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് Z ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതിനെ തന്നെ തിരിച്ചെഴുതി നോക്കാം. ഇതിനെ തിരിച്ചെഴുതുമ്പോഴത്തേനും C ഡബിൾ ബോണ്ട് C, ഇവിടെ CH3 കൊടുത്തു, ഇവിടെ CH2 CH3 കൊടുത്തു. മുമ്പ് എഴുതിയ പോലെ തന്നെയാണ്. CH3H നേരെ നടുവ് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ കാർബൺ അല്ല ഇതിൻ്റെയാണ് എടുക്കുന്നത്. ഇവിടെ കാർബൺ സെയിം പ്രയോറിറ്റി. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ. 2 ഹൈഡ്രജനും കഴിഞ്ഞ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കാർബൺ ആണ്, പിന്നെയും ഇവിടെ 2 ഹൈഡ്രജൻ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ മൂന്നാമത് വീണ്ടും ഹൈഡ്രജനാണ് കിടക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ആർക്ക് പോവും? ഇതിന് പോവും അല്ലേ? സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെയും പോവും. ഹൈഡ്രജൻ്റെ എന്ന് പറയുന്നത് സെക്കൻഡാണ് പ്രയോറിറ്റി, ഇത് ഫസ്റ്റാണ് പ്രയോറിറ്റി അല്ലേ? അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടെ നമ്മളിങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നോക്കിയാൽ രണ്ടിനും എങ്ങനെയാണ് വന്നേക്കുന്നത്? ഡിഫറെൻറ്റ് സൈഡ്. ഇവിടെ 1, ഇവിടെ 2 വന്നേക്കുന്നത്. ഡിഫറെൻറ്റ് സൈഡിൽ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത്? ആയിരിക്കും അതിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പം ആൻഡ് Z നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.